സ്വാതന്ത്ര്യദിനം ആചരിക്കുമ്പോൾ നമുക്ക് ഈ രാജ്യത്തെ വളരെയധികം നല്ലതാണ്. ഈ രാജ്യത്തെ എങ്ങനെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നു ഇരുപത്തെട്ടാം സ്വാതന്ത്ര്യദിനമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തെ ജയിച്ച മഹാത്മാഗാന്ധിയുടെ പ്രതിമ പുറവലങ്ങാട്ട് സ്ഥാപിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പുഷ്പാർച്ചനയാണ്. ഈ പരിപാടിക്ക് വന്ന എല്ലാവരെയും ഞാൻ ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും വാക്കുകൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുരി പറയുന്നു. ഇവിടെ സന്നിധിയിലായിരിക്കുന്ന നമ്മുടെ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ പുറവലങ്ങാട് ചുമതല വഹിക്കുന്ന ശ്രീ പ്രൊഫസർ ജോസ് മാത്യു, ബഹുമാനപ്പെട്ട പുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനിമത്തായി, ഇവിടെ സന്നിധിയിലായിരിക്കുന്ന ബഹുമാനരായ പഞ്ചായത്ത്മാർ, APCC അഡ്വക്കേറ്റ് ടി ജോസഫ്, ശ്രീ തോമസ് കണ്ണന്തറ ഉൾപ്പെടെ ഇവിടെ സന്നിധിയിലായിരിക്കുന്ന ബഹുമാനികൾ, ഇന്ന് രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ 77 സ്വതന്ത്ര വർഷങ്ങൾ പൂർത്തിയാക്കി. നമ്മൾ 78ാമക്കാരുടെ ഭരണ മേൽക്കോയ്മയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മോചിപ്പിച്ച് ഒരു സ്വതന്ത്ര രാജ്യമായി മാറ്റി നമുക്കൊക്കെ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള അവസരമുണ്ടാക്കി തന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വം നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീര ദേശാഭിമാനികൾ, ധീര സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെയൊക്കെ ത്യാഗോജ്വലമായ അഹിംസയിലൂന്നിയ സത്യാഗ്രഹ സമരത്തിൻ്റെ മാതൃകയിലുള്ള വലിയ ഒരു സമരത്തിൻ്റെ വിജയമാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ധീര ദേശാഭിമാനികളെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനത്തിലെ ആഘോഷ പരിപാടികളിൽ സംബന്ധിക്കുവാനെത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
MP കണ്ണൻ സാറിന്റെയും ജയപ്രകാശ് നാരായണൻ സാറിന്റെയും ഭാഗമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് യോഗ ആരംഭിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ ബഹുമാനപ്പെട്ട MLA-യും ബഹുമാനപ്പെട്ട ജില്ലാ സംസ്ഥാന പ്രസിഡന്റിനെയും ആഗ്രഹിക്കുന്നു. യോഗാധ്യക്ഷൻ കേരള മദ്യനിരോധന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ VC ജോസഫ്, കേരളത്തിലെ യുവജനങ്ങളുടെയും അതോടൊപ്പം തന്നെ ജനാധിപത്യ ബോധമുള്ള നാട്ടിൽ നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതിനിധിയായി ദീർഘകാലമായി നിയമസഭയിൽ നമ്മുടെ പ്രതിനിധിയായിരിക്കുന്ന മുൻ മന്ത്രി കൂടിയായ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ ജോസഫ് സെബാസ്റ്റ്യൻ അവർ, ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ വായും തൂണും മൽപ്പാനും എന്നൊക്കെ പറയുന്ന പോലെ അത്രമാത്രം ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തെ താങ്ങി നടത്തുന്ന മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ PP മാധവ കൈമൾ, ജില്ലാ ഭാരവാഹികളെ, സംസ്ഥാന നേതാക്കന്മാരെ, സ്നേഹിതരെ, MP കണ്ണൻ സാറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നേക്കാൾ ഉപരി അറിവുള്ളതാണ്. കേരളമെമ്പാടും അലയടിച്ചതായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്ധോരണികൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള കഥാപ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ബോധന പ്രസംഗങ്ങൾ, ഇതൊക്കെ നാം കേട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് അതൊക്കെ അനുഭവമാക്കാൻ സാധിച്ചില്ല എങ്കിൽ എനിക്ക് തൊട്ടു മുമ്പുള്ള തലമുറ ഇതെല്ലാം അദ്ദേഹത്തോട് കൂടെ നടന്ന് പഠിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്. സിംഹഭാവം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നത് അധികപ്പെട്ടാകും എന്നുള്ളതിനാൽ ഞാൻ വാക്കുകൾ സൂക്ഷിച്ച് അല്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. കല്ലേൽ വീട്ടിൽ നാരായണൻപിള്ള ശാരദാമ്മ ദമ്പതികളുടെ മകനായി 1914 മെയ് മാസം 1-ാം തീയതിയാണ് അദ്ദേഹം പൂജാതനായത്. അദ്ദേഹത്തിന്റെ നേതൃപാഠവും അദ്ദേഹത്തിന്റെ ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ഓട്ടവും ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ത്വരയുമൊക്കെ നാം അദ്ദേഹത്തിൽ കണ്ട് നാം ആസ്വദിച്ചവരാണ്. നമുക്കറിയാം, കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രിയായിരുന്നല്ലോ ശ്രീ അച്യുതമേനോൻ. അദ്ദേഹം പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: നിസ്വാർത്ഥവും ശുദ്ധവുമായ ശ്രീ MP മന്മഥന്റെ പൊതുജീവിതം ഇന്ന് ഈ രാജ്യത്ത് അസുലഭമായ ഒരു വസ്തുതയത്രേ. അതാണ് എൻ്റെ ദൃഷ്ടിയിൽ മന്മഥനെ ഒരു വലിയ മനുഷ്യനാക്കി തീർക്കുന്നത്. നിസ്വാർത്ഥവും ശുദ്ധവുമായ ശ്രീ MP മന്മഥന്റെ പൊതുജീവിതം. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയെന്ന് സംക്ഷിപ്തമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരായിരുന്നു MP മന്മഥൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മഹാനായ ഒരു മനുഷ്യ സ്നേഹിയാണ്. അതുപോലെ തന്നെ സർവോദയത്തിന്റെയും മദ്യനിരോധനത്തിന്റെയും കേരളം കണ്ട ഏറ്റവും മികവുറ്റ ഒരു പ്രയോക്താവായിരുന്നു MP മന്മഥൻ സാർ. പ്രചാരകൻ, പ്രവർത്തകൻ, അതുപോലെ തന്നെ സമുന്നതനായ സമുദായ സേവകൻ, ഉജ്ജ്വലനായ വാഗ്മി, കരകളഞ്ഞ ഗാന്ധിയൻ, സമാനതകളില്ലാത്ത സമാധാന ദൂതൻ, സാംസ്കാരിക കേരള നായകൻ, ആദർശനിഷ്ഠനായ ഭരണനിപുണൻ, കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ഏകാന്ത ഭക്തികൻ, ശിഷ്യഗണങ്ങളുടെ എല്ലാം ആരാധനാ ഭാജനം എന്നൊക്കെയുള്ള സവിശേഷ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പ്രിയപ്പെട്ട അല്ലെങ്കിൽ സ്നേഹനിധിയായ ബഹുമാന്യനായ MP മന്മഥൻ സാർ. വാക്കിനെ നിർവചിച്ചത് ജോൺ കാർലൈൽ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്. അദ്ദേഹം പറയുകയാണ്, ജീനിയസ് ഈസ് നത്തിങ് ബട്ട് ആൻ അൺകോമൺ ഡിഗ്രി ഓഫ് കോമൺ സെൻസ്. അതായത് അസാമാന്യ ബുദ്ധി എന്ന് പറയുന്നത്,
സാമാന്യ തോതിലുള്ള സാമാന്യ ബുദ്ധിയെന്ന് നിർവഹിച്ചത് അതിന്റെ അതാണ് ഞാൻ ഇന്നലെ വായിക്കാം. ജീനിയസ് ഇസ് നത്തിങ് ബട്ട് ആൻ അൺകോമൺ ഡിഗ്രി ഓഫ് കോമൺ സെൻസ്. ഇത് ഈ കാർലൈൻ പറയുമ്പോൾ അദ്ദേഹം ആണ് പിന്നീട് ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്നത് ജോലി, കഠിനമായ പ്രയത്നം, നമ്മുടെ അധ്വാനം അതൊരു ആരാധനയാണ്. ഈ ജോലിയെ, അധ്വാനത്തെ, ഈ സമൂഹത്തെ ഉദ്ധരിക്കാനുള്ള ബദ്ധപ്പാടുകളെല്ലാം ഒരു ആരാധനയാക്കി എടുത്ത പ്രഗത്ഭനായ മനുഷ്യസ്നേഹിയായിരുന്നു പ്രിയപ്പെട്ട MP മന്നൻ സാർ. അതുകൊണ്ട് കേരളത്തിന് പുറത്തും അദ്ദേഹം ധാരാളം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ നാടിനെ വീണ്ടെടുക്കാൻ, ഈ ജനതയെ വീണ്ടെടുക്കാൻ, ഈ തലമുറയെ വീണ്ടെടുക്കാൻ എണ്ണിയാലൊടുക്കുന്നതായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അസംഖ്യമായിട്ടുള്ള ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ ജനതയ്ക്ക് വേണ്ടി. അതുപോലെ തന്നെ ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി ഈ സമൂഹത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. ഈ മന്നൻ സാറിനെ ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കുന്നതിന്റെ കാരണം തന്നെ അദ്ദേഹം ജീവിച്ചത് പറയുക മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക മാത്രമല്ല, അദ്ദേഹം തന്നെ ഒരു ജീവിതമായി മാതൃകയായി തീർന്നത് കൊണ്ടാണ് ഇന്നും ജനമനസ്സുകളിൽ തീരുന്നത്. ഞാൻ ജയപ്രകാശ് നാരായണൻ സാറിന്റെ ശവസംസ്കാരത്തിലാണ് അവസാനമായിട്ട് പങ്കെടുക്കുന്നത്. സാറുമായിട്ട് 1-2 പ്രാവശ്യം മാത്രമേ സംസാരിച്ചുള്ളൂ. സ്വഭാവത്തോട് ചേർന്ന് നിന്ന് ഈ നാടിന് വേണ്ടി, നാടിന്റെ ധാർമ്മികതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ 2 നേതാക്കന്മാരെ ഈ സമയത്ത് സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ കൃത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിന് അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ എല്ലാം സ്നേഹനിധിയായ ശ്രീ VC ജോസഫ് അവറുകളാണ്. ദീർഘകാലമായി സാറിന്റെ കാലത്തൊക്കെ ആരംഭിച്ചതായിട്ടുള്ള മദ്യനിരോധന പ്രവർത്തനം ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം ഈ സംഘടനയുടെ ജില്ലാ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തോട് പ്രവർത്തിക്കുന്നതിന് എനിക്കും വളരെയധികം, കാരണം ഞങ്ങൾ ഒന്നിച്ചാണ് ആശയവിനിമയം നടത്തുന്നത്, കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്, ആലോചിക്കുന്നതൊക്കെ. ഇതൊക്കെ എന്നെ പ്രാപ്തനാക്കുന്നത് ഞാനും പ്രസിഡന്റും തമ്മിൽ നല്ല ഒരേ പാതയിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോടൊന്നും പറഞ്ഞു ഏൽപ്പിക്കാറില്ല. എന്നാൽ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു മീറ്റിങ്ങുകൾ പലയിടത്തായിട്ട് സംഘടിപ്പിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട VC ജോസഫ് അവർക്ക് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു, അധ്യക്ഷത വഹിക്കുന്നു. ഏറെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ കാലത്തിന് മുമ്പേ ഈ മണ്ഡലത്തിൽ നടന്ന ഒരു മനുഷ്യനെ പോലെയാണ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം മന്മഥൻ സാറിനോടൊപ്പം അദ്ദേഹം ജയിൽവാസം അനുസരിച്ച ആളാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ജീവാത്മാവായി അദ്ദേഹം നിലകൊണ്ട ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് ഈ പ്രസ്ഥാനത്തിന് ഈ മറ്റേത് പ്രസ്ഥാനത്തെ പോലെ ദ്രുതഗതിയിൽ വളരുന്നൊരു പ്രസ്ഥാനമല്ല ഇത്. കാരണം മദ്യപിക്കുന്നവരുടെ എണ്ണം കൂടുകയും മദ്യപിക്കാത്തവരുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകും. ഇന്ന് കുട്ടികൾ അടക്കം ലഹരി മരുന്നിന് അടിമകളാണ്. പോക്കറ്റിൽ പരിശോധിക്കുന്നു, അതെ, ഷർട്ടിന്റെ പോക്കറ്റിൽ നോക്കുന്നു, പാൻറ്റിനൊക്കെ ഒത്തിരി പോക്കറ്റുകളാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും ലഹരിക്ക് അടിമകളാണ് കുഞ്ഞുങ്ങൾ. അതിനെയൊക്കെ അവരെ റിക്കവർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആകെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർ അക്രമകാരികളായി നമ്മളോട് ചീത്ത വിളിച്ചുകൊണ്ടാണ് തിരികെ വരുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ അത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടാതെ മദ്യനിരോധന പ്രസ്ഥാനത്തിലൂടെ ഈ സമൂഹത്തെ നയിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ ജോസഫ് സെബാസ്റ്റ്യൻ. അദ്ദേഹം ഈ കാലത്തൊക്കെ ആശുപത്രിയിലൊക്കെ ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നെങ്കിലും ദൈനംദിനം കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും സംസാരിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പറ്റിയ പ്രാപ്തനായ ഒരു മനുഷ്യനാണ്, നേതാവാണ് പ്രിയപ്പെട്ട ജോസഫ് സെബാസ്റ്റ്യൻ അവറുകൾ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പ്രസ്ഥാനത്തോട് സഹിച്ച എല്ലാ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ വരും കാലങ്ങളിൽ ഞങ്ങൾ ഓർക്കും എന്നുള്ളൊരു സംശയമില്ല. അദ്ദേഹം ഇന്ന് ഈ മീറ്റിങ്ങിന്റെ ക്രമീകരണം ചെയ്യാൻ ജില്ലാ കമ്മിറ്റിയാണ് സംഘടിപ്പിക്കുന്നതെങ്കിലും ഇവിടെ താമസിച്ച കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ജോസഫ് സെബാസ്റ്റ്യൻ അവറുകളെ ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഞങ്ങൾക്ക് ഈ മീറ്റിങ്ങിന് ഉത്തേജനം നൽകുന്ന ഏറ്റവും ഞങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹ ബഹുമാനാണ് ശ്രീ BP മാധവ കൈമൾ. നിയമപരമായിട്ടുള്ള, അതായത് ആൽക്കഹോൾ സംബന്ധമായിട്ടുള്ള ഏത് നിയമവശങ്ങളും, അതിന്റെ ചട്ടവും പോരാട്ടത്തിന്റെ ചട്ടങ്ങളും കോടതി വിധികളും ഒക്കെ പരിശോധിച്ച് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്ന ഞങ്ങളുടെ സംഘടനയുടെ മുൻ പ്രസിഡന്റ് കൂടിയാണ് ശ്രീ BP മാധവ കൈമൾ. അദ്ദേഹം ജോസഫ് സെബാസ്റ്റ്യനോട് ചേർന്ന് ഇവിടെ അല്ലെങ്കിൽ അവിടെ ഇരിക്കണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് യോഗത്തിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ പെട്ടെന്നൊന്നും അറിയിക്കാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം തീരുമാനം TG ശാമുവൽ സാറിന്റെ ഒരു അനുസ്മരണം നടത്തണമെന്ന്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓൺലൈൻ നടത്തി. അന്ന് ഒരു TG ശാമുവൽ സാറിന്റെ ഒരു മെമ്മോറിയലായിട്ട് ഒരു പുരസ്കാരം ഏർപ്പെടുത്തണം എന്നൊരു ചിന്ത വന്നിരുന്നു. അത് ജില്ലാ പ്രസിഡന്റുമായിട്ടും സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ആയിട്ട് ആലോചിച്ച് ഇന്ന് ഒരുപക്ഷെ അത് ഞങ്ങൾ നൽകുന്നത് ഞങ്ങളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള
പ്രവർത്തകൻ, നേതാവ്, ഞങ്ങൾക്ക് ഇതിന്റെ മെമ്പേഴ്സാണ് പാട്ടുകളൊക്കെ പാടി ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന പ്രിയപ്പെട്ട AS തങ്കപ്പൻ ചേട്ടനാണ്. തങ്കപ്പൻ ചേട്ടനോട് പോലും ഇതിന് അവാർഡുണ്ട് എന്ന കാര്യം, പുരസ്കാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തങ്കപ്പൻ ചേട്ടൻ വരാതിരിക്കുമല്ലോ വിചാരിച്ചു. കാരണം അദ്ദേഹം അത്രമാത്രം ഈ പ്രസ്ഥാനത്തെ ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്നിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട MLA TG ശ്യാമൽ സ്മാരകമായിട്ടുള്ള ഒരു പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട വരാനിരിക്കുന്ന, ചെയ്യാനിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണോ കടുത്തുരുത്തി മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ യാത്രയും അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഒരുപക്ഷെ നമ്മളിവിടെ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ചില ചിന്തകൾ മനസ്സിൽ വന്നേക്കാം. നമ്മൾ എന്ത് ചെയ്യണം, നിയമസഭയിൽ നിന്ന് അവതരിപ്പിക്കണം, ഈ മണ്ഡലം എന്താണ് ചെയ്യേണ്ടത്. അപ്പം മണ്ഡലത്തിൽ നിന്ന് മാറാതെ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ നാട്ടിലെ ആളുകൾക്ക് അദ്ദേഹം പരിചിതരാണ്, ഇഷ്ടക്കാരനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും പൊതുജീവിതം നയിക്കാൻ സാധിക്കില്ല. എന്നാൽ ഒരു നല്ല ശതമാനം പൊതുജീവിതത്തിൽ തൃപ്തിയോടുകൂടെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായിട്ട് ചില കാര്യങ്ങളിലെങ്കിലും ആശയവിനിമയം ഫോണിലൊക്കെ നടത്താൻ എനിക്കും നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞതാണ്. കോട്ടയത്ത് നടക്കുന്ന പല പരിപാടികളിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് പങ്കെടുക്കാനായിട്ട്, ഞങ്ങൾക്ക് കോട്ടയമാകുമ്പോൾ അദ്ദേഹം ഇവിടുന്ന് അങ്ങോട്ട് വരും. അപ്പോൾ ഒന്നിച്ച് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ കേരളം കണ്ട മിടുക്കനായ ഒരു മന്ത്രിയായിരുന്നു പ്രിയപ്പെട്ട മോഹൻ ജോസഫ് MLA. എല്ലാ ആളുകളോടും കൂടെ ഈ യോഗത്തിലേക്ക് കൃത്യമായിട്ട് നമ്മുടെ ആദരിക്കും. ഈ കാര്യത്തിലൊക്കെ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. അത് ചേർന്നിരിക്കും. അഭിഷേക് ബിജു നമ്മുടെ ഒരു പ്രവർത്തകനായിട്ട് നമ്മുടെ കൂടെ വന്നു ചേരാൻ ആരംഭിച്ചതാണ്. AIC എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരിൽ ഒരാളാണ്. അഭിഷേക് ബിജു ചെറുപ്പക്കാരനാണ്. നിങ്ങൾ എല്ലാവരും കൂടി പിടിച്ചാൽ അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് എന്റെ വിചാരം. മോഹൻ ജോസഫ് MLA അടക്കമുള്ള പാർട്ടിയുടെ യുവ നേതൃനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട അഭിഷേകിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ VC ജോസഫ് അവരുടെ, പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോസഫ് നാട്ടിൽ, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് ജില്ലാ സെക്രട്ടറി കൂടിയായ പ്രിയമുള്ള ശ്രീ ബെഞ്ചമിൻ, സ്നേഹം നിറഞ്ഞ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുവാൻ വിസ്തൃതരായിട്ടുള്ള MP മാധവ കൈമളവങ്ങളെ, നമുക്കെല്ലാം പ്രിയപ്പെട്ട സഹോദരി മണ്ഡലത്തിലെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പ്രൊഫസർ ജോസ് മാത്യു സാറ്, പ്രിയമുള്ള ശ്രീ പ്രിയാജ് കരമരഞ്ഞാണ്, സ്നേഹം നിറഞ്ഞ ബിജു മലയിൽ, അഭിഷേക് ബിജു ഉൾപ്പെടെയുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട ശ്രീ അടക്കമുള്ള അടക്കമുള്ള മറ്റ് പരിപാടികളിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, കേരളത്തിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി മദ്യവിപത്തിനെതിരായി മഹത്തായ ഒരു വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മഹാനായ വ്യക്തിപ്രഭാവനായി നമുക്കെല്ലാം ആദരണീയനായ പ്രൊഫസർ പി സാർ, അദ്ദേഹത്തിന്റെ പവിത്രമായ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു, ആദരാഞ്ജലി അർപ്പിക്കുന്നു. മുക്തമാക്കുവാൻ നടത്തിയ ഒരു ക്യാമ്പയിൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസോടെ ഏറ്റെടുക്കുവാൻ ഭാഗ്യം കിട്ടിയത് അന്ന് കേരള സ്റ്റുഡന്റ് കോൺഗ്രസ് മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ കീഴിലുള്ള കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ സിൻഡിക്കേറ്റ് അംഗമായും ഭാരവാഹികളായും ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടമായി 85 മുതലുള്ള കാലഘട്ടത്തിൽ ശക്തമായി ഞങ്ങളൊക്കെ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത് ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനും യുവജന ഐക്യനിരക്കും പ്രചോദനമായിട്ടുള്ളത് MP മൻമോഹൻ സാറിന്റെ കേരളമൊട്ടാകെയുള്ള നേതൃത്വപരമായ പങ്കാളിത്തമായിരുന്നു എന്നോ അവരുടെ വിശുദ്ധിനിമാരടക്കം അന്ന് MP മൻമോഹൻ സാറിന്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരുന്നത്, ആ കാലഘട്ടത്തിന്റെ ശബ്ദമായി അദ്ദേഹം നിന്നിരുന്നത് ഒക്കെ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അങ്ങനെ ശക്തമായ ഒരു പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോയ MP മൻമോഹൻ സാർ
അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം ശക്തമായി ഉറച്ചു നിന്ന് മുന്നോട്ട് പോയപ്പോഴും കേരളത്തിലുമാണ് മദ്യനിരോധന സമിതിയെ ശക്തമായി വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തെ കഴിച്ചു. അതിന്റെ ഭാഗമായി ഏറ്റവും കരുത്തുറ്റ ഒരു സമര പോരാട്ടത്തിന്റെ മേഖലയായി കുറുപ്പന്തറ മാറിയ ഒരു കാലഘട്ടം. അങ്ങനെ കുറുപ്പന്തറ മാറിയ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ദീപ് സാറാണ് ഇന്ന് നമ്മെ കിട്ടിയത്. ഞാനിപ്പോൾ കനകത്താനം പള്ളിയിൽ അടക്കം കൂട്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. വീട്ടിൽ കൂടാ എന്നെ കണക്കാക്കി വന്നപ്പോൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എടുത്തു പോയി കനകത്താനം പള്ളിയിൽ പോയി അടക്കി പങ്കെടുത്ത ശേഷം കൂടി വരികയായിരുന്നു. ഇപ്പോൾ ഒരു ചടങ്ങിന് പോകേണ്ട അത്യാവശ്യമുണ്ട്. പോയിട്ട് തിരിച്ചു വന്ന് പള്ളിയിലും അതുപോലെ പരങ്കോയിൽ പള്ളിയിലും കറങ്ങേണ്ട പിതാവ് വരുന്ന പ്രധാനപ്പെട്ട 2 ചടങ്ങുകളിൽ നിന്ന് വൈകുന്നേരം നടത്തി. ആ 2 ചടങ്ങുകളിൽ കേരളത്തിൽ ചരിത്രം തിരുത്തിക്കുറിക്കാൻ, കേരളത്തിൽ തഴച്ചുവളരുന്ന മദ്യവിപത്തിന്റെ സാഹചര്യങ്ങൾക്കെതിരെ പടവരുന്ന ധീരോദാത്തമായി നേതൃത്വം നൽകിയ മഹാവിപത്തിനെതിരെയുള്ള പ്രവാചക ശബ്ദമായിരുന്നു എം എ മൻമോഹൻ സാറിന്റെ. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ കാര്യമായി തന്നെ പരാമർശങ്ങളുണ്ടായി. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിലും അദ്ദേഹത്തിന്റെ സമീപനങ്ങളിലും ആകൃഷ്ടരായി ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് ശക്തമായി പിന്തുണ നൽകിയിരുന്ന ഒരു കാലഘട്ടം പോയിരുന്നു. ഞാൻ കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിരിക്കുമ്പോഴും 90 മുതൽ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം മദ്യവിപത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എം പി മൻമോഹൻ സാറിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് കേരളത്തിലേക്ക് ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു. ഞാൻ കുറച്ച് ദിവസം കൂടി ഇല്ലായിരുന്നു. അമേരിക്കയിലെ മലയാളി കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കുറെ ചടങ്ങുകൾക്ക് കേരളത്തിലെ ഏതാനും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ക്ഷണമുണ്ടായിരുന്നു. നമ്മുടെ വെളിച്ചത്തിന്റെ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ 10% ആളുകൾ പ്രവാസി ലോകത്താണ്. വിദേശത്ത് കഴിഞ്ഞാൽ കടത്തിരിച്ചു വഴി നടക്കുന്നത് പോലെയാണ് ഷിക്കാഗോ ന്യൂയോർക്ക് ലോകം നമ്മൾ പോകുമ്പോൾ ആളുകൾ വരുന്നത് സംസാരിക്കുന്നത്. പള്ളിയിൽ 2 ഷിക്കാഗോ രൂപതയുടെ ആസ്ഥാനമായ ഷിക്കാഗോ പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയപ്പോൾ വലങ്ങാട് പള്ളിയിൽ കടത്തുരുത്തി പള്ളിയിൽ കുർബാന വേണ്ടി ഇറങ്ങുന്നത് പോലെയാണ് നമ്മുടെ നാട്ടുകാരായ ആളുകൾ മുഴുവൻ വർത്തമാനം പറയുന്നത്. ഇത് മാത്രം ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ വളരെ വലിയ ഇവിടെ നമ്മൾ ഇരിക്കുന്നത് പോലെ തന്നെ പ്രവാസി ലോകത്തും വലിയ ഒരു സമൂഹം നിൽക്കുകയും അവർ കൈക്കൊണ്ടൊക്കെ വരുന്നുമില്ല. അവരുടെ എന്തെങ്കിലും അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ മിക്കവാറും അവിടുത്തെ അംഗങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ ആഘോഷിക്കും. അപ്പൊ അവരെല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മലയാളി കമ്മ്യൂണിറ്റി എല്ലാ പരിപാടികളിലും ചർച്ച മാത്രമായിരുന്നു എന്ന് പറയുന്നതായിരുന്നു. കേരളം മുഴുവൻ മൻമോഹൻ സാറിനോടൊപ്പം ബസ്സിലും നടന്നും എല്ലാം യാത്ര ചെയ്തുകൊണ്ടിരുന്ന ജയപ്രകാശ് നാരായണൻ തീർച്ചയായും നമ്മുടെ നാട്ടിലായതുകൊണ്ട് എപ്പോഴും അതുപോലെ കാണുകയും സംസാരിക്കുന്നത് ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹവും അപ്രതീക്ഷിതമായ ഒരു സമയത്ത് നമ്മെ വിട്ടുപിരിയുകയുണ്ടായി. ജോസ് മാത്യു സാർ JP അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ജയപ്രകാശ് നാരായണൻ തീർച്ചയായും വളരെ ശക്തമായി മദ്യനിരോധന പ്രസ്ഥാനത്തെ കേരളത്തിൽ മുന്നോട്ട് നയിക്കുവാൻ വളരെ തന്റേതായ പങ്ക് വഹിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി ആത്മാർത്ഥയോടെ പ്രവർത്തിച്ച പ്രമുഖരിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട ജയപ്രകാശ് നാരായണന്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. എം പി മൻമോഹൻ സാറിന്റെയും ജയപ്രകാശ് നാരായണന്റെയും അനുസ്മരണം എന്ന നിലയിൽ നടക്കുന്ന ഈ ചടങ്ങ് കേരളത്തിലെ മദ്യനിരോധന പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റുവാൻ ശക്തി പകരുന്നതായി നാളുകളിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദരണീയനായ ദീപ് സാറിന്റെ വേർപാടിൽ രേഖപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരുടെയും കൂടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എനിക്ക് കൂടി അവസരം തന്നതിന് ഔസഫിനോടും പ്രിയപ്പെട്ട സെന്റ് ജോസഫ് വാസിനോടും ഷിബു അടക്കം എല്ലാ ഭാരവാഹികളും എല്ലാ പ്രസിഡന്റുമാരായ VC ജോസഫ് അടക്കം എല്ലാവരും പ്രത്യേകമായി നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കേരളമൊട്ടാകെ അടുത്ത മേഖലയിൽ എന്നെപ്പോലെയുള്ള ജനപ്രതികളുടെ പൂർണ്ണമായ പിന്തുണയും സഹകരണം ഏത് ഘട്ടങ്ങളിലും ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സാറിന്റെ പേരിലുള്ള കേരള മദ്യനിരോധന സമിതി കോട്ടയം ജില്ലാ കമ്മിറ്റി പ്രമുഖ ഗാന്ധിയനും മദ്യവിരുദ്ധ വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ കായിക രാഷ്ട്രീയ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താം ടി ജി സാമുവൽ സ്മാരക പ്രഥമ പുരസ്കാരം AS സംഘത്തിന് എടപ്പാടി. അപ്പോൾ AS സംഘത്തിന് എടപ്പാടിക്ക് ടി ജി സാമുവൽ സ്മാരക പുരസ്കാരം സമർപ്പിക്കുന്നതായിട്ടാണ്. അതിന് പുറത്ത് അതെ ഇതായത് ശരി. അവർ അസുഖം കറിയും ഓക്കെ. MLA പ്രസിഡന്റ് പേയ്മെന്റ് ഇല്ലാതെ പോകുന്നത് ഇരട്ടി പലതും അതെ സന്തോഷം. രണ്ട് പ്രഗത്ഭ വ്യക്തികൾ, മദ്യവിരുദ്ധ പ്രവർത്തകർ, നമ്മുടെ ധാർമ്മിക ബോധത്തെ ഉണർത്തുവാൻ ധാർമ്മിക പരിഷ്കർത്താക്കളായ MB മെൻഡോൻ സാറിൻ്റെയും അതുപോലെ തന്നെ JP സാറിൻ്റെയും അനുസ്മരണം, അതുപോലെ തന്നെ ഇന്നത്തെ പ്രാധാന്യം നമ്മുടെ രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മുമ്പേ പ്രവർത്തിച്ച് കടന്നുപോയ ഈ മഹാത്മാക്കളുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവരുടെ ധന്യനാമത്തിന് മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയാണ്. ജോസഫ് സെബാസ്റ്റ്യൻ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ മാധ്യമവിരുദ്ധ പ്രവർത്തകർ, ഇന്ന് 30 വർഷം മുമ്പ് നമ്മളോട് വിട പറഞ്ഞ മന്മഥ് സാറിൻ്റെയും നമ്മുടെ പ്രിയങ്കരനായിരുന്ന ജയപ്രകാശ് സാറിൻ്റെയും ഇന്ന് നമ്മൾ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയ ആദരണീയനായ ജയ് സാറിൻ്റെയും അതുപോലെ പുറവിലങ്ങാട് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗോവിന്ദൻകുട്ടി സാറിനെയൊക്കെ ഈ അവസരത്തിൽ സ്നേഹാദരങ്ങളോടെ അനുസ്മരിക്കുകയാണ്. ഇവരുടെയൊക്കെ ഒരു മാതൃകയും ഇവരുടെയൊക്കെ ഒരു പിൻബലവും നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നൽകിയ ശക്തി വളരെ വലുതായിരുന്നു. ജയപ്രകാശ് സാറിൻ്റെ ലാബി സ്കൂട്ടറുമായിട്ട് ഞാനും ഔസഫിനും കൂടെ ഒരു 200 കിലോമീറ്റർ വരെ യാത്ര ചെയ്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇത് അന്ന് വാഹന സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. സൈക്കിളിൽ സ്കൂട്ടറയിലോ പുറകിലേക്കാട്ടോ കൊണ്ടുപോയി വെച്ചിട്ടാണ് പിന്നെ ബസ്സിൽ കയറി അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ കഴിഞ്ഞ ഒരു 30 വർഷത്തിന് മുമ്പുള്ള ആ ഒരു ത്യാഗത്തിൻ്റെ ഒന്നും ഓർമ്മിക്കാതെ യാതൊരു ചിന്തയും കൂടാതെ ഒരു പ്രവർത്തിച്ചതിൻ്റെ ഫലം. ഇന്ന് 2 കർമ്മയോഗികളെ നമ്മളിവിടെ അനുസ്മരിക്കുകയാണ്. ഒന്ന് മന്മഥൻ സാർ, കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ അധ്യാപകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിൻ്റെ ധാർമ്മിക മനസ്സാക്ഷിയുടെ സൂക്ഷിപ്പുകാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മന്മഥൻ സാർ അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്തടക്കം വലിയ മുദ്രകൾ പതിപ്പിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. ഞാൻ ഇന്ത്യയുടെ പരമാധികാരിയായിട്ട് 1 മണിക്കൂർ എന്നാൽ ആദ്യമായി ചെയ്യുന്ന കാര്യം ഇന്ത്യയിലെ പുതിയ മുഴുവൻ മദ്യഷാപ്പുകളും യാതൊരു പ്രതിഫലവും കൂടാതെ അടച്ചുപൂട്ടുകയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഗാന്ധിജിയുടെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ടാണ് മന്മഥൻ സാറും ഈ രംഗത്ത് പ്രവർത്തിച്ചത്. കേരള മദ്യനിരോധന സമിതിക്ക് അദ്ദേഹം നേതൃത്വം നൽകിയത്. മന്മഥൻ സാറിന്റെ ഒരു ആ സാന്നിധ്യം ഉണ്ടായെങ്കിൽ
ഏത് മദ്യനിരോധന സമരവും വിജയിക്കുമായിരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്നവർ ആരായിരുന്നാൽ തന്നെ ഇടതായാലും വലതായാലും മൻമോഹൻ സാറിനെ അവർക്ക് ഒരു ബഹുമാനം, ഒരു പേടിയും അദ്ദേഹത്തിന് ജനപിന്തുണ പേടിയുമുണ്ടായിരുന്നു. അത് തന്നെയാണ് അതിന്റെ കാരണം. കേരളത്തിൽ 94 അദ്ദേഹം 94 ഓഗസ്റ്റ് 15 മൻമോഹൻ സാറ് ചരമം അടഞ്ഞു. 95 ചാരാനിരോധനം പ്രഖ്യാപിക്കുന്നത്. 95 നവംബർ 1 ചാരാനിരോധനം നടപ്പാക്കുമെന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ തീരുമാനമുണ്ടായത്. അത് 96 ഏപ്രിൽ 1 മുതൽ കേരളത്തിൽ നടപ്പാക്കുകയും ചെയ്തു. ചാരാനിരോധനം നടപ്പാക്കിയതിനകത്ത് മൻമോഹൻ സാറിന് ശേഷമാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ആ ആത്മാവിന്റെ ഒരു പ്രാർത്ഥനയുടെ ഫലവും കൂടിയാണ് പുറമെ കേരള മദ്യനിരോധന സമിതിയുടെ. അതിനുമുമ്പ് അദ്ദേഹം സർവോദയ സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായി. മദ്യനിരോധന സമിതി ഉണ്ടായപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ലക്ഷ്മി എൻ മേനോനാണ്. ലക്ഷ്മി എൻ മേനോൻ 1980 കേരള മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മൻമോഹൻ സാറെ സമയത്തിലാണ് കേരള മദ്യനിരോധന സമിതി കേരളത്തിൽ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയത്. അന്ന് മുതൽ അദ്ദേഹം മരിക്കുന്ന സമയം വരെ കേരളത്തിലെ മദ്യനിരോധന സമിതിയുടെ ജീവാത്മാവും പരമാത്മാവുമായിരുന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ നയിച്ചത് മൻമോഹൻ സാറാണ്. മൻമോഹൻ സാറ് ഒരു കേരളത്തിന്റെ ഏത് ഭാഗത്തായാലും അതൊരു തനി ഗ്രാമമായിക്കോട്ടെ, എവിടെയായിക്കോട്ടെ, ഒരു മദ്യശാസ്ത്രത്തിന്റെ ഒരു സമരം ഉണ്ടായെന്ന് കണ്ടാൽ അദ്ദേഹം അവിടെ ചെന്നെത്തി ആ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ എത്തി അവിടെയുള്ളവർക്ക് പിന്തുണ കൊടുക്കുകയും അവർക്ക് ആവശ്യമായ പ്രചോദനം കൊടുക്കുകയും അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. കേരളത്തിൽ അദ്ദേഹം നയിച്ച വലിയ വലിയ സമരങ്ങളുണ്ട്. ആ സമരങ്ങൾ പലതും നടന്നത് അഴിമാർഗ്, പൂരമന, ഇതൊക്കെ തനി കുഗ്രാമങ്ങളാണ്. അങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ വലിയ സമരങ്ങൾ സമരങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ മട്ടാഞ്ചേരി സത്യാഗ്രഹം, പാളയം സത്യാഗ്രഹം. പാളയത്ത് ബിവറേജസ് കോർപ്പറേഷന്റെ മുമ്പിൽ മദ്യനിരോധന സമിതിക്കാർ പെരും മഴക്കാലത്താണ് സമരം നടത്തുന്നത്. ആ സമരത്തിൽ നമ്മുടെ കോട്ടയം ജില്ലയിലിരുന്ന ജോസഫ് സുഭാഷനും എന്റെ പാമ്പാടിയിലുള്ള ഒരു ബാലകൃഷ്ണൻ നായർ സാർ എന്ന് പറഞ്ഞ ഒരു ഹെഡ് മാസ്റ്ററും അന്ന് അതിനകത്ത് പങ്കെടുത്തു. ആ സമരവുമായിട്ട് അഴിമതി സമരത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് സാറ് കൈകൊപ്പിട്ട് തന്ന പുസ്തകം, സാറിൻ്റെ വിലയിരുത്തുന്ന പുസ്തകം വരെ ഇപ്പോഴും എൻ്റെ പുസ്തക ശേഖരത്തിലുണ്ട്. അത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്നെക്കാൾ കൂടുതൽ പുസ്തക ശേഖരത്തിലുള്ള കുട്ടികളിലേക്ക് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് വായിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് ജയപാൽ സാർ. സാറിനെ കുറിച്ച് ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട്. സാർ ഒരു പാലക്കോട് അധ്യാപകനായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിലൊരു കോളേജ് ഉടമയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു മാത്രമേ ഒരുപക്ഷെ എല്ലാവർക്കും അത് അറിയത്തില്ലായിരുന്നു. അതിനുശേഷമാണ് രജിസ്ട്രാർ പദവിയിലേക്ക് മാറുകയും സംഘടനാ തലത്തിലേക്ക് വരികയും പിന്നെ കുടുംബ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുകയും തൊഴിലാളികളുമായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 84 മട്ടാഞ്ചേരി സമരത്തോടനുബന്ധിച്ച് ഞാനും മൻമോഹൻ ആൾക്കാരും പട്ടിനാംകാരും ഒരുമിച്ച് വീട്ടിൽ കിടക്കേണ്ട ഒരു അവസരം ഉണ്ടായി. ഞങ്ങൾ 3 പേരായിട്ടാണ് വീട്ടിൽ ഞങ്ങളെ 3 പേരെ അറസ്റ്റ് ചെയ്ത് കോടതി കാര്യമാക്കി കോടതി റിമാൻഡ് ചെയ്തു. മട്ടാഞ്ചേരി സബ്ജയിലാണ് ഞങ്ങൾ സ്ഥാപിച്ചത്. അപ്പോൾ അന്ന് വൈകുന്നേരം 100 കൊണ്ട് തന്നപ്പോൾ ഒരു പത്രത്തിനകത്ത് രാവിലെ ഞാൻ ചോളം കിട്ടും, കുറച്ച് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ മുന്നിൽ വെച്ചാൽ കഴിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ബലമായിട്ട് സമരത്തിൽ നിന്ന് കൈ വിളിയിച്ച് സമരപ്രദേശത്ത് 2 ദിവസം ഉപയോഗിച്ചപ്പോൾ ബഹുമാനപ്രസാദം പറഞ്ഞു ഒപ്പ് നിൽക്കുന്ന കാരണം കുട്ടികൾക്ക് പോകാൻ അതാണ്. അതേ കല്യാണമെന്നുള്ള അവർ ആർക്കും അറിയുന്നില്ല. അന്ന് ഡിഗ്രി ചെയ്ത ആളുകളെ മുഴുവൻ പോലീസ് വന്ന് പൂർണ്ണമായിട്ടുണ്ടാവും. അതിൽ വണ്ടിയെ കയറ്റി പോലീസിനെ കൊണ്ടുവരുന്ന രാത്രി മൈഗ്രേറ്റ് ഡിവിഷൻ കൊണ്ട് റിമാൻഡ് ചെയ്യും.
ശനിയാഴ്ചയാണ് സംഭവം. ഞായറാഴ്ച കോടതിയിൽ യാത്ര എടുക്കാൻ പറ്റില്ല. ഞാനത് ഞായറാഴ്ച അങ്ങനെ എടുക്കാം. കല്യാണം നടക്കുകയാണ്. വിദ്യാഭ്യാസ സാറ് കല്യാണത്തിൽ വരികയും ചെയ്യും. അപ്പം സാറ് നമ്മളെക്കുറിച്ചുള്ള ഒരു കരുതൽ, സാറിന് കുറിച്ചൊരു കരുതൽ അത് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ സാറിനെക്കുറിച്ച് പറയാനുണ്ട്. ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഫെബ്രുവരി 77 എന്നുള്ളതുള്ള അനുഭവിച്ചുകൊണ്ട് 80 അടുത്ത പരിചയമുണ്ട്. സാറിനോട് എക്സാമിനോട് വന്നാണ് ഞാൻ സംഘടനാ പ്രവർത്തനം അറിവുകളാണ്. രാത്രി ലാഭ്യാസത്തിൽ സ്കോപ്പുണ്ട്. അതുകൊണ്ട് രാവിലെ അതിൻ്റെ കുറേ രീതിയിലാണ് യാത്ര ഉണ്ട്. കോട്ടയം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ സാറില്ലാത്ത എന്നോട് യാത്രയിൽ തരാമെന്നാണ് ആ ഇതിൽ തോന്നുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരോട് ഞങ്ങൾ പോകുമ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ പൈസയില്ല വള്ളിപ്പോയി കണ്ടു. എന്നിട്ട് എൻ്റെ സ്ഥലത്തേക്ക് പിന്നെ പിടിക്കുന്ന ജോലി ഇന്നടത്തേക്ക് പിടിക്കുന്ന ജോലി അങ്ങനെ പല സ്ഥലങ്ങൾ നോട്ടീസോട് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ പോയി ഞാൻ പ്രശ്നം കഴിക്കുന്നു. പ്രത്യേകം ഈ സമയം ഓർമ്മിക്കുന്നു. നമുക്ക് അതുപോലെ ഈ യോഗത്തിന് അധ്യക്ഷനായിരുന്നത് നമ്മുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് PC ജോസഫ് സാറാണ്. സാറിന് എല്ലാവരുടെയും പേരുള്ള നന്ദി പറയുകയാണ്. അതുപോലെ നല്ലൊരു സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ സാറിന് സാധിച്ചില്ല. കാരണം ജോലികൾ മാറ്റിവെച്ച് മുഴുവൻ സമയവും വ്യാപിച്ചിരുന്നവരാണ് അവരെയൊക്കെ നമുക്ക് ഈ സമയം ഓർമ്മിക്കാം. മാത്രമല്ല നമുക്കറിയാം ഇന്ന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ നല്ല ചിന്തയിലും ഓർമ്മശക്തിയിലും ഗ്രന്ഥരചനയിലുമായിരിക്കുന്ന കുട്ടപ്പൻചേട്ടനെയൊക്കെ നമുക്ക് കുട്ടപ്പനയിലെ പ്രതിരോധന സമിതിയുടെ ദീർഘകാല പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഈ കുട്ടപ്പനയിൽ ഈ പ്രസ്ഥാനം സജീവമാകുന്നതിന് വേണ്ടി ആദ്യം മുതലൊക്കെ സജീവമായി നിന്ന വ്യക്തിത്വം. ഇപ്പോഴും ചിന്തയിൽ സജീവമാണ് അദ്ദേഹം. ആവേശത്തോടു കൂടിയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളത്, എഴുതാറുള്ളത്. ആ കുട്ടപ്പൻചേട്ടനെ ഒക്കെ ഓർമ്മിക്കേണ്ട ഒരു സന്ദർഭമാണ്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ചിലപ്പോൾ നമ്മളൊന്നും നമ്മുടെ മനസ്സിൽ മാത്രം ശേഷിക്കുന്ന, പിന്നീടൊന്നും നമ്മൾ ഓർക്കാതെ പോകുന്ന അവരെയൊക്കെ ഈ നിമിഷം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പം ഇന്ന് ഈ മൻമഥൻ സാറിനെ നമുക്കറിയാം 30 വർഷമായി നമ്മളിത് വേറിട്ട് പോയി. പക്ഷെ അന്ന് സജീവമായിരുന്ന മൻമഥൻ സാറിനെ ഏറ്റവും തിളക്കത്തോടെ അവതരിപ്പിക്കാൻ ഇന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ മാധവ കൈമൾ സാറിന് സാധിച്ചിട്ടുണ്ട്. ശരിക്കും ആ പഴയകാല ഓർമ്മകളിലൂടെ മൻമഥൻ സാറിന് മുമ്പിൽ കാണുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നീങ്ങുന്ന പോലെ ഒരു അനുഭവം പകർന്നു തരാൻ സാറിൻ്റെ അനുസ്മരണ പ്രഭാഷണത്തിന് സാധിച്ചു. സാറിന് നന്ദിയോടെ ഓർക്കുകയാണ്. നല്ല ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തിയ മാധവ കൈമൾ സാറിനെ ഏറ്റവും നന്ദി പറയുകയാണ്. സാധിച്ചുകൊണ്ടാകാം അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് ആ സ്വാഗത പ്രസംഗത്തിൽ നല്ലൊരു ചിത്രം നമുക്ക് മുമ്പിൽ സമ്മാനിക്കാൻ സാധിച്ചു. നമ്മുടെ എടയമുച്ചയിലെ ഷിബു സാറ് ജില്ലാ സെക്രട്ടറിയാണ് പ്രതിരോധ സമിതിയുടെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് 2 വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ സാധിച്ചു. നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തങ്കപ്പച്ചേട്ടനെയും അതുപോലെ അന്നമ്മ ചേച്ചിയെയും നമുക്ക് ആദരിക്കാൻ സാധിച്ചു. അവരുടെ ആ സേവനങ്ങളോടുള്ള ആദരവ് ഒന്ന് ഓർമ്മിക്കാനും ഈ അവസരത്തിൽ നമുക്ക് കഴിഞ്ഞു. ജില്ലാ സമിതിയെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ് ആ 2 വ്യക്തിത്വങ്ങളെ ഓർത്തെടുക്കാനും അവരെ ഒന്ന് ആദരിക്കാനും ഈ സാധിച്ചല്ലോ. അതിനുള്ള പ്രത്യേകം നന്ദി ജില്ലാ കമ്മിറ്റി അറിയിക്കുകയാണ്. ഈ ആദരവ് സ്വീകരിക്കാൻ എത്തിച്ചേർന്ന തങ്കപ്പച്ചേട്ടനെയും അന്നമ്മ ചേച്ചിയെയും ഏറ്റവും ആദരവോടെ ഓർക്കുന്നു. 2 പേർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ഏറ്റവും നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. അതുപോലെ ഇന്ന് ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത OJ തോമസ് സാറ്, EF ജോസഫ് സാറ്, അത്തായി സാറ്, VHN വടകരക്കാല, എനിക്ക് എല്ലാവരും അത്ര പരിചയമില്ല, അതുകൊണ്ടാണ് ഞാൻ നമുക്ക് വായിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ സമിതിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇത് ആളുകളുടെ എണ്ണമല്ല, പക്ഷേ ഇത് തന്നെ നമ്മുടെ ശക്തിയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മദ്യനിരോധനം, അവിടെ ആളുകൾ ഓടിക്കൂടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ഇതിനോട് ഇന്നും അടുപ്പം കാണിക്കുന്ന, ദീക്ഷണത്തോടുകൂടി ആ പ്രസ്ഥാനത്തോട് ചേർന്ന് പോകുന്ന, സ്വന്തം ജീവിതത്തിലും കുടുംബജീവിതത്തിലും ആ മദ്യത്തെ അകറ്റി നിർത്തുന്ന ഒരു പറ്റം ആളുകളാണ് ഇവിടെ ഒത്തുകൂടിയത്. ഇത് ആയിരക്കണക്കിന് ആളുകളുടെ ബലം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേട്ടം. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇങ്ങനെയൊരു സമ്മേളനം ഇവിടെ ഒരുക്കുന്നതിന് ഈ കുട്ടപ്പനയിലെ മദ്യനിരോധന സമിതി യൂണിറ്റാണ് ഏറ്റവും നേതൃത്വം കൊടുത്തത്. അവിടെ ജോസഫിനെയും കുട്ടപ്പച്ചേട്ടനെയും ഈ ജൂനിയൊക്കെ ഏറ്റവും നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. ഇതിനോട് ചേർന്ന് നിന്ന എല്ലാവരെയും, ചില പേര് വിട്ടു പോയിട്ടുണ്ട് എന്നറിയാം, എല്ലാവരെയും മനസ്സിൽ ഇന്ന് ഈ മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ ഓഡിറ്റോറിയം ഇട്ട് തന്ന പാടിയൽ കുടുംബയോഗം, പാടിയൽ കുടുംബത്തെയും ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. ഞാനെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല.
പെട്ടെന്ന് നമ്മുടെ കയ്യിലെത്തിയ ഒരു ചുമതലയാണിത്. അതുകൊണ്ടാണ് നേരത്തെ തയ്യാറെടുപ്പുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇവിടെ ആയിരുന്ന വെളിച്ചത്തിൽ ഞാൻ ഉൾക്കൊണ്ട രീതിയിൽ ആ നന്ദി പ്രകാശിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ അനുസ്മരണ ചടങ്ങ് വീക്ഷണം ജ്വാല ഉള്ളതാക്കി മാറ്റാൻ കൂടെ നിന്ന് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത